പിറക്കുവാൻ ഉണ്ണി നീ വായു, ബേഥലെ മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ന്യായാധിപന്മാർ 18:28 അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അവർ സീദോനിൽ നിന്നും വളരെ ദൂരത്തായിരുന്നു. അവർക്ക് ആരോടും ഒരു സമ്പർക്കം ഉണ്ടായിരുന്നില്ല. ലായിഷിലെ ജനങ്ങളുടെ തകർച്ചയെക്കുറിച്ച് അവര് വാളിനിരയായപ്പോൾ ബൈബിൾ പറയുക, അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടാകാതിരുന്നതിന്റെ കാരണം അവർക്കാരുമായും ഒരു സമ്പർക്കം ഉണ്ടായിരുന്നില്ല. സമ്പത്തിന്റെ നടുവിലായിരിക്കാം, ശക്തിയുടെ നടുവിലായിരിക്കാം, നിങ്ങൾക്ക് സ്വാധീന ശക്തി ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് ആരോടും ഒരു സമ്പർക്കമില്ലെങ്കിൽ നാം വാളിനിരയാകും. അവർക്ക് ആരോടും ഒരു സമ്പർക്കം ഉണ്ടായിരുന്നില്ല. അവർക്കെല്ലാം ഉണ്ടായിരുന്നു. സീദോനിൽ നിന്നും വളരെ ദൂരത്തായിരുന്നു അവർ. സഹോദരനിൽ നിന്നും വളരെ ദൂരത്തായിരിക്കുന്നത് തകർച്ചയുടെ ആരംഭമാണ്. ആരോടും സമ്പർക്കമില്ലാത്തത് ഒരു അഭിഷേകമല്ല, അധപ്പതനത്തിന്റെ ആരംഭമാണ്. ക്രിസ്മസ് പടിവാതിൽ എത്തുമ്പം നിനക്ക് ആരോടും ഒരു സമ്പർക്കമില്ലേ? സമ്പത്തിന്റെ നടുവിൽ നീ നിന്റെ കൊട്ടാരത്തിൽ ഒറ്റയ്ക്കാണ്. ഈ ചോദ്യം നിന്റെ ആത്മാവിനോട് സ്വർഗം ചോദിക്കുന്ന ചോദ്യമാണ്. ആമേൻ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സിയോൻ ധ്യാന കേന്ദ്രം 16ാമത് സീനിയർ സിറ്റിസൺ ധ്യാനം ഒരുക്കുകയാണ്. 15 ധ്യാനങ്ങളിലൂടെ കടന്നുപോയി കരിമേഘങ്ങൾ നിറഞ്ഞ മനസ്സുമായി വന്ന് മഴവില്ല് പോലെ മടങ്ങിപ്പോയ അനേകം മാതാപിതാക്കളുടെ അനുഭവ സാക്ഷ്യങ്ങളുടെ മുദ്രയായി വീണ്ടും 16ാം ധ്യാനം ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന അപൂർവ സമ്മാനമാണിത്. ഡിസംബർ 16, 17, 18, 19 തീയതികളിൽ ഉള്ളിലൊരു അഭിഷേകവും പ്രചോദനവും വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ മുറികൾ ബുക്ക് ചെയ്യുക. സ്വാഗതം. ആമേൻ, ആമേൻ.